With CA intermediate exam starting tomorrow, I know that ഇനിയുള്ള ഓരോ മിനിറ്റും ഭയങ്കര ക്രൂഷ്യലാണ്. സോ ഐ ഡോണ്ട് ഇൻറ്റൻഡ് ടു ടേക്ക് മച്ച് ഓഫ് യുവർ ടൈം. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോനെ കൺക്ലൂഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എക്സാംസ് അടുപ്പിച്ച് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും പോകുന്ന ഒരു പെർട്ടിക്കുലർ മൈൻഡ് സെറ്റ് ഉണ്ട്, ഒരു സ്റ്റേജ് ഉണ്ട്. വെർബൈ നമുക്ക് തന്നെ തോന്നും, ഞാൻ ഇങ്ങനത്തെ ഒരു ഫേസിലൂടെ പോകാൻ ആഗ്രഹിച്ചിരുന്നോ. ഓൾ ഐ വാണ്ടഡ് വാസ് എ സിമ്പിൾ CA ടാഗ്, ഒരു സ്റ്റേബിൾ കരിയർ, പാരൻസിനെ ഹാപ്പി ആക്കാം, അത്ര ആഗ്രഹിച്ചിട്ടുള്ളായിരുന്നു. ആൻഡ് നൗ വിത്ത് എക്സാംസ് ഹാപ്പനിങ് ത്രൈസ് എ ഇയർ, ഓരോ കോൺവൊക്കേഷനും കുട്ടികൾ സർട്ടിഫിക്കറ്റ്സ് പിടിച്ച് നിൽക്കുന്നതും ആ ഒരു പാരൻസിന് സ്മൈലിംഗ് ഫേസ് ഒക്കെ ഉള്ള ഫോട്ടോസൊക്കെ കാണും. വി ഗെറ്റ് ദിസ് ഹാപ്പിനെസ് ദാറ്റ് നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ ഇത് ക്ലിയർ ചെയ്തു എന്നും. ആൻഡ് ഐ സിൻസിയർലി വിഷ് ദാറ്റ് പെർട്ടിക്കുലർ ഡേ ഫോർ യു ആസ് വെൽ. പക്ഷേ ആ ഒരു ഗോൾ, ആ ഒരു എയിം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഫേസും മെൻ്റൽ എക്സ്പീരിയൻസും ഇതെല്ലാം കമ്പൽസറിയാണ്. സോ വിത്ത് എക്സാം സ്റ്റാർട്ടിങ് ടുമാറോ, ഞാനിവിടെ കുറച്ച് പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് ചേഞ്ചിങ് ഫാക്ടേഴ്സും കുറച്ച് ടിപ്സും ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മൾ CA എക്സാംസിന് വെനെവർ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും മാക്സിമം പ്രിപ്പറേഷൻസ് കൊടുക്കുക, ബട്ട് എക്സ്പെക്റ്റേഷൻസ് ഏറ്റവും ലീസ്റ്റ് വെക്കുക. പേപ്പർ നല്ല ടഫായിരിക്കും, ലെങ്തി ആയിരിക്കും, ഈ ഒരു എക്സ്പെക്റ്റേഷനിൽ തന്നെ പോവുക. അതെന്തിനാണ്? നമ്മൾ ഈ ത്രൂ ഔട്ട് എല്ലാ പേപ്പേഴ്സും നല്ല വൃത്തിക്ക് പോയി അറ്റൻഡ് ചെയ്ത് എഴുതി എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നാളെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാം അക്കൗണ്ട്സ്, ബി പ്രിപ്പയർഡ്, ബി റിയലി പ്രിപ്പയർഡ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുവെ ഫസ്റ്റ് എക്സാം അത്യാവശ്യം ടെക്നിക്കൽ ആക്കാറുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം ലെങ്തി ആക്കാറുണ്ട്. ആൻഡ് അവിടെ അവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ആ പേപ്പറിൽ കൊടുക്കുക എന്നുള്ളതല്ല, പക്ഷേ ആ എക്സാം എഴുതി തീരുമ്പോഴേക്കും നിങ്ങൾ മെൻ്റലി എനർജി മൊത്തം ഡ്രെയിൻ ആയിട്ട് നിങ്ങളെ ബാക്കിയുള്ള പേപ്പേഴ്സിൻ്റെ പ്രിപ്പറേഷൻസിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ചെയ്യുന്നത്. സോ ആ ട്രാപ്പിൽ വീഴാൻ പാടില്ല. പൊതുവെ കണ്ടുവരാനുള്ള ട്രെൻഡ് ഫസ്റ്റ് എക്സാം ടഫാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ, പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതിൽ നല്ല മാർക്കും ഉണ്ടാവും. ബട്ട് അതിൻ്റെ ആ ഒരു അപ്സെറ്റ് കാരണം ബാക്കിയുള്ള എക്സാംസ് എഫക്റ്റഡ് ആവുന്ന സിറ്റുവേഷൻ നമ്മൾ കാണാറില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബ്ലാക്ക് പെൻ, ഇത് ബ്ലാക്ക് അല്ല, റെഡാണ്. ബ്ലാക്ക് പെന്ന്, മൾട്ടിപ്പിൾ പെന്ന് കയ്യിൽ വെക്കുക. അതും നിങ്ങൾ ഇതുവരെ എഴുതി ശീലിച്ച അതേ ബ്രാൻഡ് പെന്നാണെങ്കിൽ അത്രയും ബെറ്റർ. കാൽക്കുലേറ്റർ 12 ഡിജിറ്റ്, 6 ഫങ്ഷൻ, 2 മെമ്മറി. ആൻഡ് അഗെയിൻ സെയിം തിങ്, നിങ്ങൾ യൂസ് ചെയ്ത അതേ ബ്രാൻഡ് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കത് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനും ബെറ്റർ പ്രസൻറ്റ് ചെയ്യാനും ഹെൽപ്ഫുൾ ആവും. ഇഫ് പോസിബിൾ 2 കാൽക്കുലേറ്റർ വെക്കുക. പറയുമ്പോൾ അതൊക്കെ കുറച്ച് ഓവർ ആക്കണ പോലെ തോന്നും. എന്നോട് എൻ്റെ ഫാക്കൽറ്റി പറഞ്ഞിരുന്നു 2 വെച്ചോളി, അഥവാ ആദ്യത്തെ കാൽക്കുലേറ്റർ കംപ്ലൈൻ്റ് ആവുക എന്തെങ്കിലും സംഭവിച്ചാലോ. ആൻഡ് ഗെസ് വാട്ട്, എൻ്റെ എക്സാമിൽ എൻ്റെ കാൽക്കുലേറ്ററിൻ്റെ ബാറ്ററി തീർന്നിരുന്നു. ലക്കിലി ഐ ഹാഡ് എ സെക്കൻഡ് കാൽക്കുലേറ്റർ. അത് കാരണം ഐ എം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ടുഡേ. സോ ക്യാരി 2 കാൽക്കുലേറ്റർ, മൾട്ടിപ്പിൾ പെൻ, ഹോൾ ടിക്കറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വേറൊരു സാധനം ഇല്ലെങ്കിൽ അവിടെ കൊടുത്തും ബോറോ ചെയ്യാൻ പറ്റും. ഹോൾ ടിക്കറ്റ് കയ്യിൽ വെക്കുക. വാച്ച് വെക്കുക. സ്മാർട്ട് വാച്ച് കൊണ്ടുപോകരുത്. നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത് സ്മാർട്ട് വാച്ച് ആണെങ്കിൽ, ആ ശീലത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ഇത് അലൗഡ് അല്ല. ഫസ്റ്റ് ഡേ കുറച്ച് ഏർലി എക്സാം ഹാളിൽ എത്തിപ്പെടാൻ നോക്കുക. സോ ദാറ്റ് ദർ ആർ നോ കൺഫ്യൂഷൻസ്. യു നോ ട്രാഫിക് എക്സ്പെക്റ്റേഷൻസ്, കാര്യങ്ങൾ. അതിന് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളെ റൂം ഏതാണ് അതെല്ലാം പക്ക കറക്റ്റ് ചെക്ക് ചെയ്ത് റെഡിയാക്കി നിൽക്കുക. നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇത്രയും കാലം സംസാരിച്ച് ഡീൽ ചെയ്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അവിടെ എക്സാം ഹാളിൻ്റെ പുറത്ത്. നിങ്ങൾക്കൊരു മനുഷ്യനെ അറിയില്ല. നിങ്ങളവിടെ ആകെ പോയത് എക്സാം എഴുതാനാണ്. അത് പോവുക, തിരിച്ചു വരിക. ലാസ്റ്റ് മൊമെൻറ്റിലുള്ള അൺവാണ്ടഡ് ഡിസ്കഷൻസ് ചിലപ്പോൾ പാനിക് ഉണ്ടാക്കും. ഇത് പഠിച്ചോ, ഇത് പഠിച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇമ്പോർട്ടൻ്റ്, അത് എന്തായാലും വരും. വെറുതെ ആകെ കൺഫ്യൂഷൻ ആവുകയേ ഉള്ളൂ. നമ്മൾ ഇതുവരെ പഠിച്ചത് ഇനി ആ ലാസ്റ്റ് മൊമെൻറ്റ് കുറേ തലകുത്തി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാനില്ല. സോ സ്റ്റേ കാം. 1:45 കൂൾ ഓഫ് ടൈം ആകുമ്പോൾ മേക്ക് ഷുവർ അതിൻ്റെ കുറച്ച് ഏർലി നിങ്ങൾ എക്സാം ഹാളിൽ എത്തി എന്നുള്ളത്. ബി കംഫർട്ടബിൾ ഓവർ ദെയർ. കൂൾ ഓഫ് ടൈം, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടും. ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 വായിക്കരുത് കൂൾ ഓഫ് ടൈമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആയതുകൊണ്ട് അവിടെ തന്നെയാണ് ICA നിങ്ങൾക്ക് മാക്സിമം എല്ലാ ടോപ്പിക്സിനുള്ള ഏറ്റവും ട്രിക്കി സാധനം കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും. പ്ലസ് അത് കമ്പൽസറിയാണ്. അതിൽ നമുക്ക് ഇനിയിപ്പോൾ വായിച്ചിട്ട് ഒന്നും ചെയ്യാനില്ല. സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുക. ആൻഡ് ഓബ്വിയസ്ലി ICA നിങ്ങൾക്ക് സ്റ്റോറി ക്വസ്റ്റ്യൻ പേപ്പർ തരും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ക്വസ്റ്റ്യൻ ബുക്ക് ഉണ്ടാവുക. ഒരുപാട് പേജസുള്ള ക്വസ്റ്റ്യൻ ബുക്ക് ഉണ്ടാവുക. സോ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും വായിക്കാനുള്ള ടൈമൊന്നും നമുക്ക് അവിടെ കിട്ടൂല. ഓടിച്ചു വിടുക. ദാറ്റ് ഈസ് ബേസിക്കലി നമുക്ക് ആ ഓപ്ഷണൽ ക്വസ്റ്റ്യനിൽ ഏത് സ്കിപ്പ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം തീരുമാനിക്കാനുള്ള ടൈമാണ് കൂൾ ഓഫ് ടൈം. സോ ഒന്ന് റാൻഡം ഓടിച്ചുവിടുക, കണ്ണോടിച്ചുവിടുക. നമ്മളൊന്ന് സെറ്റാക്കി വെക്കുക, പ്രിപ്പയർഡ് ആവുക, നമ്മൾ ഏത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. 2 o'clock ആയി. യെസ്, നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി.
മേക്ക് ഷുവർ ഫസ്റ്റ് പേജ് നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്തിട്ട് ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഐ നോ അത് ക്ലറിക്കൽ വർക്കാണ്, കുറേ ബബിൾ ചെയ്യാൻ എഴുതാൻ കാര്യങ്ങളൊക്കെ, പക്ഷേ അത് ലാസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊതുവേ പേപ്പർ ലെങ്തി ആയിട്ട് നമ്മൾ ഫുൾ ആ ഒരു എഴുതുന്ന തിരക്കിലായിരിക്കും. ഫോർ എ മൊമെൻറ്റ് ആ ഫസ്റ്റ് പേജ് നമ്മളവിടെ ഫില്ല് ചെയ്തിട്ടുള്ള സംഭവം നമ്മൾ മറന്നിട്ട് തന്നെ ഉണ്ടാവും. അത് ബ്ലാങ്ക് ആക്കിയിട്ടിട്ട് നോ മാറ്റർ നിങ്ങൾ 3 മണിക്കൂർ എന്തൊക്കെ എഴുതി പിടിപ്പിച്ചു കാര്യമില്ല. സോ ടേക്ക് യുവർ ടൈം. ഫസ്റ്റ് ഡേ അക്കൗണ്ട്സിൽ ടേക്ക് യുവർ ടൈം. ഫസ്റ്റ് പേജിൽ എന്തൊക്കെയാണ് അവർ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നല്ല വൃത്തിക്ക് തന്നെ ഫില്ല് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു മടിയും പാടില്ല, ഇൻവിജിലേറ്ററോട് ചോദിക്കുക, ക്ലിയർ ചെയ്യുക. അവിടെ പറയാറുള്ളത് നമ്മളെ റോൾ നമ്പറൊക്കെ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ബ്ലാക്ക് പെന്ന് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാനുള്ളത്, MCQ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. സോ അത് ശ്രദ്ധിക്കുക. ഇതൊക്കെ സ്റ്റുഡൻസ് മിക്സ് ആക്കി ചെയ്യാറൊക്കെ ഉണ്ട്, കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. MCQ ബ്ലാക്ക് പെന്നോട് ചെയ്തിട്ടുണ്ട്, ഐ മീൻ വലിയ പ്രശ്നമൊന്നുമില്ല. ബട്ട് നമ്മളായിട്ട് വെറുതെ അൺവാണ്ടഡ് ട്രബിൾ കൊണ്ടുവരണ്ടല്ലോ, പിന്നെ അതിൻ്റെ പാനിക്കും ടെൻഷനും ഉണ്ടാവും. പിന്നെ അവിടെ നമുക്ക് എത്ര അഡീഷണൽ ഷീറ്റ്സ് എടുത്തു എന്നുള്ള എഴുതാനുണ്ടാവും, ഏതാണത് സബ്ജക്റ്റ്, ഈ കാര്യങ്ങൾ ഫുള്ള് മെൻഷൻ ചെയ്യാനുണ്ടാവും. നമ്മളെ MCQ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് നമ്പറൊക്കെ എഴുതാനുണ്ടാവും. സോ അതൊക്കെ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത് പക്ക കറക്റ്റ് ചെക്ക് ചെയ്ത് ടൈം എടുത്ത് ചെയ്യാം. സ്റ്റാർട്ട് വിത്ത് യുവർ ബെസ്റ്റ് ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്ന അതേ സീക്വൻസിൽ എഴുതണം എന്നുള്ള യാതൊരു കമ്പൽഷനും ഇല്ല. ആൻഡ് ഐ വുഡ് സജസ്റ്റ് ഒരു 2 ഡിസ്ക്രിപ്റ്റീവ് എഴുതി തുടങ്ങിയിട്ട്, നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയ 2 ഡിസ്ക്രിപ്റ്റീവ് എഴുതി തുടങ്ങിയിട്ട് പിന്നെ MCQയിലേക്ക് വരും. ഇനീഷ്യൽ എക്സാം തുടങ്ങുന്ന ടൈമിൽ നമ്മൾ ആ ഹാർട്ട് ബീറ്റ് കുറച്ച് ഹെവി ആയിരിക്കും. സോ നമുക്ക് അപ്പോൾ വേണ്ടത് ഒന്ന് കൂൾ ഡൗൺ ആവുക എന്നുള്ളതാണ്. സോ ആ സമയത്ത് ഞാൻ എക്സാമിന് ഇൻവിജിലേറ്ററിനെ, ഐ മീൻ ഇവാലുവേറ്ററിനെ ഞാൻ ഇംപ്രസ് ചെയ്യാൻ പോവാണ്, ഏറ്റവും ടഫ് സാധനം തന്നെ ഫസ്റ്റ് പോയി അറ്റാക്ക് ചെയ്യാണ്, ഒരു തേങ്ങയും ചെയ്യാൻ നിൽക്കണ്ട, സേഫ് ആവാൻ നോക്കുക. സോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് തന്നെ MCQയിലേക്ക് വരിക, അത് കംപ്ലീറ്റ് ചെയ്യുക, തിരിച്ച് ബാക്കി ഡിസ്ക്രിപ്റ്റീവിലേക്ക് പോവുക. ടൈം പക്കയായിട്ട് ട്രാക്ക് ചെയ്യുക. ടൈം മാനേജ്മെൻ്റ് ആണ് പൊതുവേ പ്രശ്നം ഉണ്ടാവാറ്. മോർ ദാൻ പേപ്പർ ലെങ്തി ആണ് എന്നുള്ള ഒരു റെസ്പോൺസ് വരുന്നതിനേക്കാളും കൂടുതൽ വരാറുള്ളത് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ അവിടെ വി ഹാവ് 180 മിനിറ്റ്സ്, 100 മാർക്സിന് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഒരു മാർക്കിന് 1.8 മിനിറ്റ്, വിച്ച് മീൻസ് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 × 1.8 9 മിനിറ്റ്സ് ഉണ്ടാവുക. ആ 9 മിനിറ്റ്സിൽ നിങ്ങൾ ഡെക്കറേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഇപ്പോൾ ഒരു T ഫോർമാറ്റ് വരച്ചിട്ട് ഹെഡിങ് ഒന്നും എഴുതിയില്ല, ആൻസർ മൊത്തം തീർത്തിടുക. ലാസ്റ്റത്തെ 1-2 മിനിറ്റ് ഉണ്ടല്ലോ, ഇത് ഏകദേശം നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അത് നമ്മൾ എന്തായാലും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എന്തായാലും എഴുതുക. കാരണം ഫൈനൽ ആൻസർ കറക്റ്റ് ആയാലേ മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല, നമ്മളെ സ്റ്റെപ്സിന് മാർക്ക് ഉണ്ട്. സോ മേക്ക് ഷുവർ വി ആർ റൈറ്റിംഗ് ദാറ്റ്. നമ്മൾ എന്തായാലും കത്തിയടിക്കുകയാണ് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട്. അവിടെ നിങ്ങൾ 5 മാർക്കിന് ക്വസ്റ്റ്യൻ 9 മിനിറ്റ് കത്തിയടിക്കേണ്ട. നിങ്ങൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു 6 മിനിറ്റോ 7 മിനിറ്റോ കത്തി അടിച്ചാൽ മതി. ബാക്കി കിട്ടുന്ന 2 മിനിറ്റ് നിങ്ങൾ ഇതിൻ്റെ മുന്നേ ആ ടൈം മാനേജ്മെന്റ് ഫോക്കസ് ചെയ്ത് വന്നപ്പോൾ തീരാത്ത ആൻസേഴ്സ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ചെയ്യാനും ഈ പറഞ്ഞ ഡെക്കറേഷനും സാധനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. ഞാനൊക്കെ എൻ്റെ ലെജർ വരയ്ക്കുമ്പോൾ പെർട്ടിക്കുലർ അമൗണ്ട് ഒന്നും എഴുതാൻ നിൽക്കാറില്ല. ജസ്റ്റ് T ഫോർമാറ്റ് വരയ്ക്കും, ആൻസേഴ്സ് എഴുതും. ഐ മേക്ക് ഷുവർ ദാറ്റ് ആൻസേഴ്സ് ആർ പ്രോപ്പർലി അലൈൻഡ്. ലാസ്റ്റത്തെ മൊമെന്റിലായിരിക്കും ഈ പെർട്ടിക്കുലേഴ്സും കാര്യങ്ങളും വന്നിട്ട് ഫുള്ള് ഫില്ല് ചെയ്യുക. അപ്പോൾ ആ ലാസ്റ്റ് മൊമെന്റിൽ 1-2 മിനിറ്റിൽ എല്ലാ ആൻസറിനും പെർട്ടിക്കുലേഴ്സ് ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ PAR മാത്രമേ കാണുള്ളൂ, ബാക്കിയുള്ളത് ഫുൾ ഒരു സിഗ്നേച്ചർ ഇട്ട മാതിരി ഉണ്ടാവും. പക്ഷെ അവിടെ ഇവാലുവേറ്റർ എൻ്റെ പെർട്ടിക്കുലേഴ്സിനെ ഭംഗി നോക്കാനല്ല ഇരിക്കുന്നത്, അവരെനിക്ക് എത്രമാത്രം കണ്ടന്റ് അറിയാം, ഈ 3 മണിക്കൂറിൽ ഞാൻ എന്തൊക്കെ എഴുതി എന്നുള്ളത് നോക്കാനാണ് ഇരിക്കുന്നത്. സോ ഫോക്കസ് ഓൺ ദാറ്റ്. കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ഒരു ഓവർവ്യൂ, ഒരു റീഡിങ്ങേ കൊടുത്തിട്ടുള്ളൂ. 2 o'clock ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ നിങ്ങൾ ക്വസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് ശരിക്കും മനസ്സിലാക്കി എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ട് ഫെമിലിയർ ആയ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ ചെറിയൊരു 10% വേറെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. ആ 10% അഡ്ജസ്റ്റ്മെൻറ്റ് മതി എല്ലാ സാധനമാണ് മൊത്തം ആൻസർ മാറ്റാൻ. സോ ഹറിബറി വേണ്ട, പാനിക്ക് വേണ്ട. നമ്മൾ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് എന്താ എന്ന് ക്ലിയർലി മനസ്സിലാക്കിയിട്ട് നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുക എന്ന് ഉറപ്പ് വരുത്തുക. ഇഫ് ബൈ ചാൻസ് നിങ്ങളൊരു ആൻസർ തെറ്റി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്, അത് നേരെ വെട്ടാൻ നിൽക്കരുത്. നിങ്ങൾ അത് റൈറ്റ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടി, നിങ്ങളത് റൈറ്റ് ചെയ്തു, എന്നിട്ട് മാത്രം മറ്റേത് സ്ട്രൈക്ക് ചെയ്യാൻ പാടുള്ളൂ. മറ്റേന്ന് വെച്ചാൽ സ്ട്രൈക്കും ചെയ്തു, വേറെ അത് എഴുതാനും വിട്ടുപോയി, ലാസ്റ്റ് കിട്ടേണ്ട മാർക്ക്, സ്റ്റെപ്സിന് കിട്ടേണ്ട മാർക്ക് നമുക്ക് അവിടെ മിസ്സാവുന്ന ഒരു സിറ്റുവേഷൻ വരും. ഡോണ്ട് പാനിക്. 100 മാർക്സിൻ്റെ എക്സാം പേപ്പറിന് അവർ മോർ ദാൻ 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ അടക്കം. ഇതിൽ 40 മാർക്സ് IC ഞങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ, അഗ്രിഗേറ്റ് 50 മാർക്സും. കാമായിട്ട് നോക്കിയാൽ ആ പാസ് ആവാനുള്ള സ്കോറിങ് മാർക്സ് എങ്ങനെ നോക്കിയാൽ ആ പേപ്പറിൽ ഉണ്ടാവും. ബട്ട് അതിനൊക്കെ നമ്മളെ മൈൻഡ് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാം ആവുക എന്നുള്ളത് വെരി ക്രൂഷ്യൽ ഫാക്ടറാണ് അവിടെ. MCQ, യു റെഡ് ദി ക്വസ്റ്റ്യൻ. പൊതുവേ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. റിക്വയർമെൻറ്റ് എന്താ എന്നുള്ളത് ആദ്യം അറിഞ്ഞു കഴിഞ്ഞിട്ട് സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും.
റിക്വയർമെൻറ്റ് എന്താ നോക്കി സ്റ്റോറിയൊക്കെ വായിച്ചു. നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഓപ്ഷൻ നമ്പർ 1 വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഒരു പക്ഷേ തോന്നും അതാണ് ആപ്റ്റ് ആൻസർ. പക്ഷേ MCQയിൽ ഒരിക്കലും നിങ്ങൾ ഫുൾ ഓപ്ഷൻസ് വായിക്കാതെ ഇത് പിക്ക് ചെയ്യാൻ പാടില്ല. ഏതാണ് ഏറ്റവും ആപ്റ്റ് അതാണ് നമുക്ക് അവിടെ പിക്ക് ചെയ്യാനുള്ളത്. എക്സാംസ് ആർ ഡൺ. വെൻ യു ഗെറ്റ് ഔട്ട് ഓഫ് ദി എക്സാം ഹോൾ, ഇതേ ഫ്രണ്ട്സ് ഉണ്ടാവും അവിടെ. ഒരു 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 ഡിസ്കഷനും നിൽക്കരുത്. തീർന്ന പേപ്പറിനെ പറ്റി ഒരു ഡിസ്കഷനും നിൽക്കരുത്. അതിൽ ഇനി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയതില്ല. വെറുതെ അൺവാണ്ടഡ് പാനിക്ക് അവിടെയും ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് നല്ല കോൺഫിഡൻ്റ്ലി പറയും, ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്, കാരണം ഇതാണ് പറയും. ആ ശരിയാണല്ലോ. എന്നിട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെയാണ്, അതിങ്ങനെയാണ്. ആ ശരിയാണല്ലോ, ഞാൻ അതും തെറ്റിച്ചല്ലോ മൂഞ്ചി. ഇത് ഓൻ പറഞ്ഞതേ കാരണം തെറ്റി ചിലപ്പോൾ. പക്ഷേ വി ആർ ലൈക്ക് കംപ്ലീറ്റ്ലി അന്നത്തെ ആ ദിവസം കൊള്ളായി. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള പേപ്പേഴ്സ് നമ്മൾ കംപ്ലീറ്റ്ലി റൂയിൻ ചെയ്യുന്ന സിറ്റുവേഷൻ വരും. ഇഫ് യു വാണ്ട് യു ക്യാൻ ഹാവ് എ ഡിസ്കഷൻ അബൌട്ട് ദ നെക്സ്റ്റ് സബ്ജക്ട്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. യൂട്യൂബിലുണ്ടാവും ഇഷ്ടം പോലെ പേപ്പർ അനാലിസിസ്, അത് ഇത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. യു നോ ദാറ്റ് 1.5 ദിവസമുണ്ട്. കഴിഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അടുത്ത പേപ്പറിന് ഫോക്കസ് ചെയ്ത് പോവുക. ആൻഡ് ഇതിൻ്റെ ഇടയിൽ യു മൈറ്റ് കം അക്രോസ് സ്റ്റേജസ് വെയർ ഐ ക്യാൻ ഗ്യാരണ്ടി യു ദിസ്, ഫസ്റ്റ് എക്സാം കുറച്ച് ടഫായാൽ, ടെക്നിക്കലായാൽ, അടുത്ത എക്സാമിന് പോകുമ്പോഴേക്കും ചിലപ്പോൾ ഹാള് കുറച്ച് സ്റ്റുഡൻസ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ടാവും. അവർ ആദ്യത്തെ എക്സാം കഴിയുമ്പോൾ തന്നെ ഹോപ്പ് വിട്ടിട്ടുണ്ടാവും. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ഫീസ് അടച്ചതാണ്. നിങ്ങൾ പോവുക, എക്സാംസ് എല്ലാം കൊടുക്കുക. വെറുതെ ICAക്ക് വെറുതെ ഫീസ് അടച്ച് ഞാൻ എക്സാം അപ്പിയർ ചെയ്യില്ല, അവർക്ക് ലാഭമായി വേണ്ട. അറ്റ്ലീസ്റ്റ് ഓരോ കുറച്ച് റിസോഴ്സസ് എങ്കിലും അവിടെ ചിലവാക്കുക, കുറച്ച് ആൻസർ ഷീറ്റ് എടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യും. ആൻഡ് ട്രസ്റ്റ് മീ ഓൺ ദിസ്. നിങ്ങളെ പാരൻസിനാവട്ടെ, വി ഡോണ്ട് ഹാവ് എനി വൺ ടു കൺവിൻസ്. നമ്മൾ സൊസൈറ്റി, റിലേറ്റീവ്സ്, അതൊക്കെ കൊടുക്കട്ടെ. നമുക്ക് അറ്റ്ലീസ്റ്റ് വി ആർ ഡയറക്ട്ലി ആൻസർബിൾ ടു അവർ പാരൻസ്. നിങ്ങളുടെ പാരൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും നിങ്ങൾ എഫേർട്ട് ഇട്ടു, ട്രൈ ചെയ്തു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് മോർ വാല്യുബിൾ ദാൻ നമ്മൾ ഒരു എക്സാം ടഫായിട്ട് ഓരോ എക്സ്ക്യൂസ് ഉണ്ടാക്കി, കാരണം ഉണ്ടാക്കി എക്സാം എഴുതാതെക്കുന്നതിനേക്കാൾ ബെറ്റർ അതാണ്. ഓർ അറ്റ്ലീസ്റ്റ് അറ്റ് സം സ്റ്റേജ്, ഇനിയിപ്പോൾ സാറങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പാരൻസ് ഇതൊന്നും കൺവിൻസ്ഡ് ആവില്ല, ഒരു ചീത്ത അറിയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് മനസ്സ് ഹേർട്ടാവും. കുറേ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫിൽ യു വിൽ ഒൺലി റിഗ്രറ്റ് ദ തിങ്സ് ദാറ്റ് യു ഡിൻ ഡു. നിങ്ങൾ ഫെയിലിയർ പേടിച്ചിട്ട് ചെയ്യാതെക്കുന്ന സംഭവങ്ങളായിരിക്കും നിങ്ങൾ റിഗ്രറ്റ് അടിക്കുക. സോ മേക്ക് ഷുവർ നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ്, ഫസ്റ്റ് എക്സാം ടഫ് ചെയ്യുന്നു കുഴപ്പമില്ല, അടുത്ത എക്സാം പോയി എഴുതും. അത് ടഫ് ചെയ്യുന്നു കുഴപ്പമില്ല, അടുത്ത എക്സാം എഴുതും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ സംഭവം കേട്ടോ, എക്സ്പെക്ടേഷൻസ് ലോ വെക്കുക, അല്ലാതെ നെഗറ്റീവ് അടിക്കാനല്ലത് പറയുന്നത്. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് എല്ലാ പേപ്പേഴ്സും നമുക്ക് പോയി എഴുതി ക്ലിയർ ചെയ്യാനും പറ്റും. വിത്ത് ഓൾ ദിസ് ബീങ് സെഡ്, അറ്റ് ദിസ് മൊമെൻറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചതൊന്നും ഓർമ്മയില്ലാന്നും, നിങ്ങൾ പഠിച്ച ആൻസേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ആവണതും, എല്ലാ ഇമോഷൻസും വരുന്നുണ്ടാവും. യു മൈറ്റ് ഈവൻ ഫീൽ ഈ ഒരു അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതും. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. എനിക്കറിയുന്ന ഒരുപാട് പേര് ഈ ഒരു മൈൻഡ് സെറ്റിലൂടെ പോയിട്ട് ലാസ്റ്റ് എവിടേക്കോ മേ ബി ഒരു പക്ഷേ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞ സംഭവങ്ങൾ എവിടേക്കോ ഒന്ന് ഇൻസ്പയർഡ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതി പാസ്സായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാർ ഞങ്ങളന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോയി എക്സാം എഴുതി, ഐ എം റിയലി താങ്ക്ഫുൾ ടു യു എന്നുള്ളത്. ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് വാട്ട് കീപ്സ് മീ ഗോയിങ്. സോ ലൈക്ക് ഐ സെഡ് ഇൻ ദ ബിഗിനിങ്, കോൺവക്കേഷൻ്റെ ഡേ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്ന ദിവസം, ഐ എം ഡ്രീമിങ് ഓഫ് ദാറ്റ് ആൻഡ് ഐ വോണ്ട് യു ടു ഡ്രീം ദാറ്റ് ആൻഡ് ഗോ ത്രൂ ദ സ്റ്റേജ്. I wish you all the best.